ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്കിന്ന് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ടൊമാറ്റോ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പുവും കൂടെ ഇട്ടാം. എന്നിട്ട് 1 ടീസ്പൂണോളം ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 2 പച്ചമുളകും 1/2 കപ്പ് സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 തക്കാളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് കണക്കിനാക്കിയിട്ട് ആ ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് നമ്മുടെ ഈ മിക്സറിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവയെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 2 കപ്പ് നല്ല ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 20 മിനിറ്റോളം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ബിരിയാണി അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുള്ളും നല്ല രീതിയിൽ പിടിച്ചു വരുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലിഡ് കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതിയാകും. പിന്നെ അടി പിടിക്കാതെയും കൂടെ ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ടൊമാറ്റോ ബിരിയാണി ഏകദേശം തയ്യാറായി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് കുറച്ച് പുതിന ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. ഒരുപാട് പുതിന ഇല വേണമെന്നില്ല, കുറച്ച് പുതിന ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ബിരിയാണി, വളരെ സ്വാദിഷ്ടമായ ടൊമാറ്റോ ബിരിയാണി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. Thank you for watching guys, and please do subscribe to our channel. Thank you.